ഹായ് ഓൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ അഥവാ ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആയിട്ട് അറിയപ്പെടുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിലേക്ക് തന്നെ നമ്മുടെ JEE ഒക്കെ എഴുതുന്ന ഒരുപാട് കുട്ടികൾ സ്വപ്നം കാണാറുണ്ട്. എസ്പെഷ്യലി എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലുള്ള പ്രൊഫഷണൽ കോഴ്സല്ല, പകരം ഒരു സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിൽ ഹയർ സ്റ്റഡീസ് നടത്തണം, റിസർച്ച് ചെയ്യണം, മേ ബി ഭാവിയിൽ ഒരു സയൻറ്റിസ്റ്റ് ആയിട്ട് മാറണം, അല്ലെങ്കിൽ ഒരു നല്ല കോളേജിൽ ഒരു പ്രൊഫസറായിട്ടൊക്കെ ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥാപനമാണ് ഇന്ത്യയിലെ IISc ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ ക്യാമ്പസ് ഒന്നുമില്ല, ഒരുപാട് സ്റ്റുഡൻസിനെ ഒന്നും എല്ലാ വർഷവും അഡ്മിറ്റ് ചെയ്യാറില്ല. വളരെയധികം ഏറ്റവും താല്പര്യമുള്ള ഈ ഒരു റിസർച്ച് ഫീൽഡിലേക്ക് ഏറ്റവും താല്പര്യമുള്ള കുട്ടികൾ തന്നെയാണ് എല്ലാ വർഷവും ഇവിടേക്ക് പോകാറുള്ളത്. അപ്പോൾ ഈ വരുന്ന അക്കാഡമിക് ഇയറിൽ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് IIScയിലേക്കുള്ള അഡ്മിഷൻ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടുണ്ട്. സോ മെയിൻലി +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ UG പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് മെയിൻലി 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് BTech പ്രോഗ്രാം ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. അതൊരു നോർമൽ ഒരു BTech പ്രോഗ്രാം പോലെ തന്നെ 4 വർഷത്തെ പ്രോഗ്രാമാണ്. അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. 2023, 24 ഓർ 25 എന്തായിരിക്കണം, +2 കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളായിരിക്കാം. എന്ന് വെച്ചാൽ റിപ്പീറ്റേഴ്സിനും നമ്മുടെ IISc ബാംഗ്ലൂരിലെ BTech പ്രോഗ്രാം ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ മസ്റ്റ് ഹാവ് പാസ്ഡ് ആൻഡ് സെക്യൂർഡ് അറ്റ്ലീസ്റ്റ് 75% മാർക്കെങ്കിലും നിങ്ങളുടെ 12th ബോർഡ് എക്സാമിന് ഉണ്ടായിരിക്കണം. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 65% മതി. മസ്റ്റ് ബി വിത്തിൻ കാറ്റഗറി വൈസ് ഓർ രണ്ടാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദി ഫോളോയിങ് ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തേത് നമ്മുടെ റെസ്പെക്റ്റീവ് +2 ബോർഡിലെ ടോപ്പ് 20% നമ്മൾ എത്തിയിട്ടുണ്ടാവണമെന്നാണ് പറയുന്നത്. ഇനി മാർക്ക് സ്കോർഡ് ഇൻ ദ ഫോളോയിങ് 5 സബ്ജക്ട്സ് വിൽ ബി കൺസിഡേർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദി അഗ്രിഗേറ്റ് ആൻഡ് കട്ട് ഓഫ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, പിന്നെ ഒരു ലാംഗ്വേജ്, പിന്നെ ഏതെങ്കിലും ഒരു 5ാമത്തെ സബ്ജക്റ്റ്. അപ്പം നിങ്ങളിപ്പം കേരള സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ 5 സബ്ജക്റ്റുകൾ നിങ്ങളുടെ ടോപ്പ് 5 സബ്ജക്റ്റുകളാണ് എന്ത് ചെയ്യുക, ഈ 75% ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുക. അതിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രി മാത്സും നിർബന്ധമായി ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജും പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റും. ഇനി സെലക്ഷൻ പ്രൊസീജിയർ BTech ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റാങ്ക് വഴി മാത്രമാണ് സെലക്ഷൻ. അപ്പോൾ നിങ്ങൾ JEE മെയിൻ ക്വാളിഫൈ ചെയ്യണം, അഡ്വാൻസ്ഡ് എക്സാം എഴുതണം, അതിൻ്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടേക്കുള്ള അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്തത് അവിടുത്തെ 4-year ബാച്ചിലർ ഓഫ് സയൻസ് റിസർച്ച് പ്രോഗ്രാമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ IISc ഈസ് ഫേമസ് ഫോർ ദിസ് പ്രോഗ്രാം. അപ്പോൾ ഇതിലെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് കംപ്ലീറ്റഡ് ദെയർ +2 എക്സാമിനേഷൻ ഇൻ 23, 24 ഓർ who are expecting to complete in 25 എന്ന് വെച്ചാൽ ഇപ്പോൾ +2 പഠിക്കുന്നവർക്കും റിപ്പീറ്റ് ചെയ്യുന്നവർക്കും റിപ്പീറ്റ് ചെയ്യുന്നവർക്കും IIScയിലെ ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് മെയിൻ സബ്ജക്റ്റുകളായി നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടാവണം, +2 പഠിച്ചിട്ടുണ്ടാവണം. മാത്സ് പഠിക്കാത്ത ആളുകൾക്കൊന്നും IIScയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ജോയിൻ ചെയ്യാൻ കഴിയില്ല. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് സെക്യൂർഡ് എ ഫസ്റ്റ് ക്ലാസ് ഓർ 60% ഓർ ഇക്വലന്റ് ഗ്രേഡ്. ഫോർ SC ST കാണുന്നുണ്ടെങ്കിൽ റിലാക്സ്ഡ് ടു പാസ് ക്ലാസ് ഇൻ ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ. അപ്പോൾ BTechൻ്റെ ആ പ്രോഗ്രാമിന് 75% ക്രൈറ്റീരിയ ആണെങ്കിൽ ഇവിടെ 60% ക്രൈറ്റീരിയ മാത്രമാണുള്ളത്. സെലക്ഷൻ പ്രൊസീജിയർ 2 വഴികളിലൂടെയാണ്. JEE അഡ്വാൻസ്ഡ് എക്സാം 2025 അതിൻ്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ 4-year റിസർച്ച് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെ, IAT, അതായത് IISERകളിലേക്ക് നടക്കുന്ന എക്സാമാണ്. അതിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് IIScയിലേക്ക് ജോയിൻ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. കാൻഡിഡേറ്റ് മസ്റ്റ് ബി ക്വാളിഫൈഡ് ഇൻ എനി 1 ഓഫ് ദി എക്സാമിനേഷൻസ് മെൻഷൻഡ് അബവ്. എക്സാം റിസൾട്ട് മസ്റ്റ് ബി വാലിഡ് ആസ് ഓഫ് August 1. അതായത് ഈ വർഷത്തെ റിസൾട്ട് തന്നെ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ IISc.ac.in പോയിട്ട് അഡ്മിഷൻസ് അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ടാണ് നമ്മൾ അഡ്മിഷൻ പോർട്ടലിലേക്ക് എത്തുക. അതിൻ്റെ ഡേറ്റുകൾ വെബ്സൈറ്റ് ഓപ്പൺസ് ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഈ പറയുന്ന ഫെബ്രുവരി 4/2/2025 ഫെബ്രുവരി 4 റിസർച്ച്, PG, ഇൻ്റഗ്രേറ്റഡ് PhD തുടങ്ങിയ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ സംസാരിച്ച 4 വർഷത്തെ BS, BTech, UG പ്രോഗ്രാമുകളുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് May 1-നാണ്. അതായത് അഡ്വാൻസ്ഡ് എക്സാം May 18-നാണ്. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇതിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പിന്നെ അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റാങ്ക് ഒക്കെ വന്നിട്ടാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മുടെ BS, BTech പ്രോഗ്രാമിന് June 6 ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റിസൾട്ട് യൂഷ്വലി June 10-നാണ് വരിക. അതിന് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടല്ല IIScക്ക് അപ്ലൈ ചെയ്യുക. താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ May 1 തന്നെ എന്ത് ചെയ്യുക, 1 ശേഷം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കറസ്പോണ്ടിംഗ്ലി ബാക്കി PhD, ഇൻ്റഗ്രേറ്റഡ് PhD പോലുള്ള പ്രോഗ്രാമുകളിലേക്കുള്ള അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഡേറ്റുകളും ഇവിടെ കാണാം. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ ഫീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം.
ഓരോ കാറ്റഗറിക്കും ജനറൽ OBC ആൻഡ് EWS ആണെങ്കിൽ 800 റുപ്പീസാണ് അപ്ലിക്കേഷൻ ഫീ. SC/ST ആണെങ്കിൽ 400 ആണ്. അതുപോലെ സ്പോൺസേഡ് കാൻഡിഡേറ്റ്സ് എന്ന് തുടങ്ങി ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. ഇത് റിസർച്ച് ആൻഡ് PG പ്രോഗ്രാമാണ്. ഇനി UG പ്രോഗ്രാമിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീ 500 രൂപയാണ്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 500 രൂപയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്തിടാം. അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റാങ്ക് വന്നാലേ കിട്ടില്ല എന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ SC/ST ആണെങ്കിൽ 250 രൂപയാണ്. ദ ഫീ ഈസ് നോൺ റീഫണ്ടബിൾ. എനി ബാങ്ക് ഓർ പേയ്മെൻറ്റ് ഗേറ്റ് വേ സർവീസ് ചാർജ് മസ്റ്റ് ബി ബോൺ ബൈ ദി അപ്ലിക്കൻറ്റ്. അപ്പോൾ നിങ്ങൾ 500 രൂപ കൊടുത്തു, IACക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടു, പക്ഷേ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ 500 രൂപ തിരിച്ച് കിട്ടില്ല. നോൺ റീഫണ്ടബിൾ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ നെറ്റ് ബാങ്കിങ് ആൻഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കാര്യമായിട്ട് നമ്മുടെ IACയിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആകെ 2 വഴിയിലാണ് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുക. ഒന്ന് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, രണ്ടാമത്തത് JEE അഡ്വാൻസ്ഡ് എക്സാം 2025 റാങ്ക് ബേസ് ചെയ്തിട്ടാണ്. അതിൽ തന്നെ BTech ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് അത്യാവശ്യം ഡിമാൻഡുള്ള കോഴ്സാണ്. അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റാങ്ക് തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് IAC ബാംഗ്ലൂരിൻ്റെ 2025 അപ്ഡേറ്റ്സ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ചോദിക്കുക. ആൻഡ് സയൻസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ക്ലാസ്മേറ്റിനോ ഫ്രണ്ടിനോ എത്രയും പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.